പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അർജുൻ എന്ന ഒരു പാവപ്പെട്ട ഡ്രൈവർ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് വഴി ലോറിയിൽ കിടന്ന് ഉറങ്ങവേ ഉണ്ടായ വലിയൊരു ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷനായി. ആ അപ്രത്യക്ഷനായ വിഷയത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും 10ാമത്തെ ദിവസം ആഘോഷം തുടരുകയാണ്. ആഘോഷം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ആഘോഷം എന്ന് പറയാൻ കാരണം ഈ മാധ്യമങ്ങളെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ തിരോധാനം വിറ്റ് കാശാക്കുകയാണ്, പണമുണ്ടാക്കുകയാണ്. അവരുടെ ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് കൂട്ടുകയാണ്, അതിൻ്റെ റീച്ച് കൂട്ടുകയാണ്, പരസ്യത്തിലൂടെ പണം ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞു, കുറച്ചുകൂടി വിശദമായി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 4-5 ദിവസക്കാലമായി ഈ റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്, ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മലയാളികൾ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. കേൾക്കുക എന്ന് മാത്രമല്ല, ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആധികാരിക ശബ്ദമായി 4-5 ദിവസമായി ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ. അയാൾക്ക് എങ്ങനെയാണ് ആ പേര് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അയാളായിരുന്നു ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം, ഒരു സ്രോതസ് അയാളായിരുന്നു. അയാൾ ഇരുന്നാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും, അയാൾ എഴുന്നേറ്റാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ അത് വലിയ വാർത്തകളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. NDRF എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ റിലീഫ് ടീം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. അതുപോലെ തന്നെ ആർമിയുണ്ട്. അവരൊക്കെ തന്നെ ഇതുപോലുള്ള ദുരന്തമുഖങ്ങളിൽ ഒരുപാട് തവണ പ്രവർത്തിച്ച് കഴിവും പ്രാവീണ്യവുമൊക്കെയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഏജൻസികളായിരുന്നു അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഷിരൂരിൽ. പക്ഷേ ഷിരൂരിൽ നിന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആധികാരികമായി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു മുഖമായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ. ഇപ്പോൾ ന്യൂസ് 8 അപർണ കുറുപ്പ് എന്ന് പറഞ്ഞൊരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ഇയാളുമായിട്ട് നടത്തിയ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ അർജുനെയും കൊണ്ടേ തിരിച്ചു വരൂ, അതായിരുന്നു ആ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂവിൻ്റെ തലവാചകം. ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടു. ആ ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടിട്ട് ഒരു ബോധവും പൊക്കടവും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യൻ, ഒന്നും അറിയാൻ മേലാത്തൊരു മനുഷ്യൻ എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് വിളിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് അയാളെ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയാളെ കടത്തി വിട്ടില്ല, അയാളെ മർദ്ദിക്കാൻ നോക്കി, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ 3-4 ദിവസമായി. ഇപ്പം എന്താ സംഭവിച്ചെന്താ? രാവിലെ ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു ചെറിയ റീലാണ് അത്. ഇന്നലെ ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ ഒരു ചർച്ച നടന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടത്തിയ ചില പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളുടെ ഓഡിയോ നമുക്ക് ഒന്ന് കേൾക്കാം. തുറന്നു പറയാം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRF-നൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ. നമ്മുടെ കാത്തിരിപ്പ് നാളെ അവസാനിക്കും. സുഹൃത്തുക്കളെ, ആ ഓഡിയോ കേട്ടല്ലോ. ആ ഓഡിയോയിൽ എന്താ വിനു വി ജോൺ പറയുന്നത്? തുറന്നു പറയാം, രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ മുമ്പ് കണ്ടിരുന്നു.
ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ NDRFകാരോടൊപ്പം നിൽക്കുന്ന ആളായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്നു. ഇത്തരം ഒരു സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും അർജുൻ്റെ വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സ്വയം എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മെ പറ്റിക്കുന്നു. ഓൺലൈൻ തട്ടിപ്പിലുമൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ പറ്റിക്കപ്പെടുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇത് നമുക്കൊരു പാഠമാകട്ടെ എന്നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റിൽ ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച വർഷങ്ങളോളമായി സ്വയം കൊണ്ടു നടക്കുന്ന ആളുമായിട്ടുള്ള അദ്ദേഹം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവർ എന്ന് പറഞ്ഞ ചർച്ചയിൽ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞത്. അതായത് കഴിഞ്ഞ 3-4 ദിവസക്കാലമായി ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ആഘോഷിച്ചു കൊണ്ടിരുന്ന, അർമാദിച്ചു കൊണ്ടിരുന്ന, കൊണ്ടാടിക്കൊണ്ടിരുന്ന ഈ ഷിരൂരിൽ നടക്കുന്ന തിരച്ചിലിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ അവസാന വാക്കായി ആർമിയുടെ സംഘത്തിന് മുകളിലും NDRFൻ്റെ സംഘത്തിന് മുകളിലുമൊക്കെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു മഹാനെക്കുറിച്ച് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ചില വാചകങ്ങളാണ് നമ്മൾ കേട്ടത്. ഒന്നുകൂടി നമ്മൾ അയാൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കെന്താ? ഇയാളെ പലയിടത്തും കണ്ടു, ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ കണ്ടിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കും നമ്മൾ. ഇങ്ങനെ ഒരാളെ കണ്ടിരുന്നു, ഉത്തരാഖണ്ഡിൽ NDRFകാരോടൊപ്പം നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. അങ്ങനെയാണോ പങ്കെടുപ്പിക്കേണ്ടത്? അയാൾ ഉത്തരാഖണ്ഡിൽ NDFകാരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാളെ വിളിച്ചിട്ട് വിദഗ്ധനായി അവതരിപ്പിക്കാൻ പാടുണ്ടോ ജനങ്ങളുടെ മുന്നിൽ? എന്ത് ഉത്തരവാദിത്തമാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്? ഇനി അത് പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നുന്നു. ഇത്തരം ഒരു സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും അർജുൻ്റെ വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സ്വയം എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു. അത്തരക്കാർക്ക് അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു. അത്രയും നല്ലത്. സോ ഫാർ സോ ഗുഡ്. അത്രയും നല്ലത്. എന്നിട്ട് പറയുന്നെന്താ? നമ്മൾ മലയാളികൾ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ പെടുന്നു, അതുപോലെയാണ് സംഭവിച്ചത്, നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ പറ്റിക്കപ്പെടുന്നത് നമ്മളാണ്. അങ്ങനെ പോകാൻ പറ്റുമോ സുഹൃത്തുക്കളെ നമുക്ക്? എന്തായാലും വിനു വി ജോണിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. കാരണം ഇയാളൊരു തട്ടിപ്പുകാരനാണെന്നും ഇയാൾക്കൊരു വിവരവുമില്ലായിരുന്നുവെന്നും ഇയാളെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും പങ്കെടുപ്പിച്ചത് തെറ്റായിപ്പോയി എന്നും പറയാനുള്ള ആർജവം, ഇച്ഛാശക്തി വിനു വി ജോൺ കാണിച്ചല്ലോ. അത്രയും നല്ലത്. അതുകൊണ്ട് നമുക്ക് വിനു വി ജോൺ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനോട് ബഹുമാനമുണ്ടാവണം. മറ്റു മാധ്യമങ്ങൾ അതുവല്ലം ചെയ്തിട്ടുണ്ടോ? മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടോ? അവരിതുപോലെ കൊണ്ടാടിയിട്ടുണ്ടല്ലോ. അവരിതുപോലെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ഇതിനകത്തുള്ള പ്രശ്നം എന്താ നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്? ഒരു മനുഷ്യൻ അപ്രത്യക്ഷനായി, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മരിച്ചോ മരിക്കാതെ ജീവനോടെ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തുമാകട്ടെ, ഞാനതിനെക്കുറിച്ചൊരു അവസാന വാക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ അപ്രത്യക്ഷമായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 10ാം ദിവസമാണ്. 10ാം ദിവസം. അപ്പോൾ സ്വാഭാവികമായും ഓരോ ദിവസവും അയാളെ തിരിച്ചു കിട്ടുമോ, അയാളെ ജീവനോടെ കിട്ടുമോ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് മലയാളികളായ നമ്മൾ മലയാളികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ആശങ്കയാണ്. പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന നമ്മളെ പണത്തിന് വേണ്ടി വിറ്റ് കാശാക്കുന്ന നികൃഷ്ടവും നീചവുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വലിയ വിദഗ്ധനായി അവതരിപ്പിച്ച് അയാൾ പറയുന്നതല്ല അവസാന വാക്കുകളാണെന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞത് ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമല്ലേ. ശരിക്കും ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ഈ ദൃശ്യമാധ്യമങ്ങൾ ചെയ്ത്? ഇവർക്കെതിരെ കേസെടുക്കുകയല്ലേ വേണ്ടത്? ഇവർ ശരിക്കും ക്രിമിനൽ കുറ്റമല്ലേ നമ്മുടെ മുമ്പിൽ ചെയ്തത്? അതിൽ
ഏഷ്യാനെറ്റിൻ്റെ വിനു വിജോൺ മാത്രം അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാന്യത, ഒരു മര്യാദ, ഒരു വിശാല മനസ്കത കാണിച്ചു. മറ്റുള്ളവരോ അവരെന്തെങ്കിലും ചെയ്തോ? ഞാൻ ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഞാൻ ഈ രഞ്ജിത്ത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത് എന്താണെന്ന് ഞാൻ നോക്കി. സുഹൃത്തുക്കളെ, റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു 21 or 22 വീഡിയോകൾ ഇയാളുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസം എളുപ്പം വന്നിട്ട് ഇപ്പോൾ 4 ദിവസമല്ലേ ആയുള്ളൂ. ആ 4-5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് ഒരു 22 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള എത്രയാണെന്നറിയോ? ഏതാണ്ട് 32 ലക്ഷത്തോളം വ്യൂവർഷിപ്പ്. ഇത് യൂട്യൂബിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ മാത്രം 32 ലക്ഷം വ്യൂസ് റിപ്പോർട്ടറിന് കിട്ടി. അതുപോലെ തന്നെ 24 ന്യൂസ് ഇയാളെക്കുറിച്ച് എത്ര വാർത്ത ചെയ്തു നോക്കി. ആ വാർത്തകളിൽ നിന്ന്, ആ വീഡിയോകളിൽ നിന്ന് 24 ന്യൂസിന് കിട്ടിയത് 19,28,000 വ്യൂസ്. ഏഷ്യാനെറ്റിനും 19,86,000 വ്യൂസ്. മനോരമയ്ക്ക് 17,18,000 വ്യൂസ്. അപ്പോൾ ഈ 4 ദൃശ്യമാധ്യമങ്ങൾക്കാണ് അവരാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ നല്ലപോലെ വിറ്റ് കാശാക്കിയത്. മറ്റ് മീഡിയ വണ്ണ മാതൃഭൂമിയൊക്കെ അവരെക്കാൾ വളരെ പുറകിലാണ്. ഏറ്റവും നല്ലപോലെ വിറ്റ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയത് റിപ്പോർട്ടർ ചാനലാണ്. 31 ലക്ഷം വ്യൂസ്. അതിൻ്റെ ഏതാണ്ടൊരു പകുതിയുടെ അടുത്തൊക്കെ മറ്റ് ചാനലുകൾക്കുള്ളൂ. ഇത് യൂട്യൂബിൽ മാത്രം അവരുണ്ടാക്കിയ പണമാണ്. അവരുടെ ടി വിയിൽ, അവരുടെ ടെലിവിഷനിൽ കൂടി അവരിത് ചെയ്യുമ്പം ആ ചാനലുകൾക്കുണ്ടാകുന്ന റീച്ച്, ആ റീച്ചിലുണ്ടാകുന്ന വർധന, അത് ടി വിയിൽ കൂടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യത്തിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ നോക്കിയാൽ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു പൊട്ടനായിട്ടുള്ള ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. നമ്മളെ എല്ലാവരെയും ശരിക്കും വഞ്ചിക്കുകയല്ലേ ഇവർ ചെയ്തത്. നമ്മൾ ഓരോ ദിവസവും ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയ വിദഗ്ധനാണെന്നും അയാൾ പറയുന്നത് ആപ്തവാക്യമാണെന്നും പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അയാൾ ഏറ്റവും കൂടിയ ആളാണെന്നല്ലേ നമ്മൾ വിശ്വസിച്ചിരുന്നത്. നമ്മളെ ഈ ദൃശ്യമാധ്യമങ്ങൾ വിശ്വസിപ്പിക്കുകയല്ലേ ചെയ്തു. അപ്പോൾ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വിദഗ്ധനായി അവതരിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുക, അതിലൂടെ ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കുക. അതല്ലേ ഈ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. വലിയൊരളവ് വരെ സാമൂഹ്യ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ എല്ലാം കേസെടുക്കണ്ടേ? സത്യം പറഞ്ഞാൽ കേസെടുക്കണ്ടേ? അവർ നമ്മളെ വഞ്ചിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദുരന്തം വരുമ്പോൾ ആ ദുരന്തം വിറ്റ് പണമുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇന്നിപ്പോഴും ആഘോഷം തുടരുകയാണ്. ഞാനതുകൊണ്ടാണ് ആഘോഷം എന്ന് പറഞ്ഞത്. റിപ്പോർട്ടർ ചാനൽ ഞാൻ നോക്കിയപ്പോൾ തത്സമയം 120 മണിക്കൂർ പറഞ്ഞിരിക്കുകയാണ്. തത്സമയം 120 മണിക്കൂർ. ഇന്നലെ നമ്മളോട് 9-ാം ദിവസം നമ്മളോട് പറഞ്ഞതാണ് ലോറി കണ്ടുപിടിച്ചു, ഏത് സമയവും അർജുനെ കണ്ടുപിടിക്കാം എന്നല്ലേ നമ്മളോട് പറഞ്ഞിരുന്നത്. അതിനെ തുടർന്ന് രാവിലെ മുതൽ തന്നെ തത്സമയമാണ് റിപ്പോർട്ടർ ചാനലൊക്കെ. എന്തിനാ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആപ്പീസിന് വല്ല ചാണകം എറിയുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നു. രാവിലെ മുതൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇവർക്കാരാണ് വിവരം കൊടുക്കുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് വിവരം കൊടുക്കുന്നത്? ആർമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊന്നും ഓരോ മിനിറ്റും ദൃശ്യമാധ്യമങ്ങൾക്ക് വിവരമൊന്നും കൊടുക്കുന്നില്ലല്ലോ. അവർ കൊടുക്കില്ലെന്ന് നമുക്ക് ഉറപ്പുമില്ലേ. പക്ഷേ ഓരോ നിമിഷവും ഈ ദൃശ്യമാധ്യമങ്ങൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മനുഷ്യനോട് പച്ചക്കള്ളം പറയുകയാണ്, നട്ടാൽ കുരുക്കാത്ത നുണ പറയുകയാണ്. ഇന്നലെ പറഞ്ഞു ഏത് നിമിഷവും അർജുനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഇത്രയും സമയമായും അയാളെ കണ്ടുപിടിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ 3.25 മണിക്കുള്ള വാർത്ത എന്താണെന്നറിയാമോ? അർജുൻ്റെ ലോറിയിലെ തടി കണ്ടുപിടിച്ചു പോലും. 8 കിലോമീറ്റർ പുഴയിൽ തടി കണ്ടുപിടിച്ചു പോലും. എന്തൊരു അസംബന്ധ സുഹൃത്തുക്കളെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇയാൾ, ഈ ചുക്കും ചുണ്ണാമ്പ് അറിയാൻ പാടില്ലാത്ത ഈ മനുഷ്യനാണ് തിരച്ചിലിൻ്റെ ദിശ തെറ്റിച്ചത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അയാൾ പറഞ്ഞിട്ടാണ് ആദ്യത്തെ 3-4 ദിവസം കരയിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അയാളെന്തോ വലിയ വിദഗ്ധനാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ മാധ്യമങ്ങളെല്ലാം അയാളെ വളരെ വലിയ വിദഗ്ധനായി ഉയർത്തി കാണിച്ച് അയാൾ പറഞ്ഞതനുസരിച്ച് കരയിൽ അന്വേഷിച്ചു 3-4 ദിവസം. ആ സമയത്ത് പുഴയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുനെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ യാതൊരു കാൽപൈസയ്ക്ക് വിവരമില്ലാത്ത ഇയാളെ കൊണ്ടുവന്ന്
നമ്മുടെ മുന്നിൽ വിദഗ്ധരായി അവതരിപ്പിച്ച് അയാൾ വിദഗ്ധനായി അവതരിപ്പിച്ച് അയാൾ പറയുന്ന ആപ്തവാക്യമാണെന്ന് പറഞ്ഞു. അയാൾ അന്വേഷണത്തിൻ്റെ ദിശ തെറ്റിച്ചു, തിരച്ചിലിൻ്റെ ദിശ തെറ്റിച്ചു. അങ്ങനെയാണ് ഈ അർജുനെ നമുക്ക് ശരിക്കും കിട്ടാതെ പോയത്. അല്ലായിരുന്നെങ്കിൽ അർജുനനെ ഒരുപക്ഷെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് എതിരെ സത്യം പറഞ്ഞാൽ ക്രിമിനൽ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർ ഈ ദുരന്തം ആഘോഷമാക്കി ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളെ അവരെ വഞ്ചിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ ഇതിൽ സുവമോട്ടോ ഇടപെടുകയാണ് വേണ്ടത്. ഇടപെട്ട് ഈ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ ക്രിമിനൽ കുറ്റം കേസെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.